ഷുഗർ ഈസ് ഡാഷ് ദ ബോക്സ് എന്ന് പറയാം. ഷുഗർ ഈസ് ഡാഷ് ഇൻ ദ ബോക്സ്. അപ്പോൾ എന്താ പറയുക, ഷുഗർ എവിടെയാണ് ഉണ്ടാകുക, ബോക്സിൻ്റെ എവിടെയാണ് ഉണ്ടാകുക, അതൊന്ന് ആലോചിക്കുക. അപ്പോൾ ആൻസർ കിട്ടും. പഞ്ചസാര നമ്മൾ കുപ്പിയിൽ ആണ് വയ്ക്കുക, കുപ്പിയിലാണ് വയ്ക്കുക അല്ലേ. അപ്പോൾ എന്തായിരിക്കും, ഇന്നാണ് വരിക, ഇൻറ്റു ആണ് വരിക, ഉള്ളിലല്ലേ. ഉള്ളിൽ എന്താ പറയുക, ഇൻറ്റു എന്ന് പറയുമ്പം എങ്ങനെയാണ്, ഇപ്പം നമ്മൾ മുറിയിലേക്ക് എൻ്റർ ചെയ്യണം, അപ്പോൾ ഇൻറ്റു വരും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഐസ് ഈസ് ഡാഷ് ദ ട്രേ. നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ ഐസ് ക്യൂബ്സ് വെള്ളം വെച്ച് ഐസ് ക്യൂബ്സ് ആവാൻ വേണ്ടി വെക്കും. അപ്പോൾ ഐസ് ഈസ് ഡാഷ് ദ ട്രേ. നേരത്തെ പറഞ്ഞ തന്നെ ഇൻ ദ ട്രേ. നേരത്തെ ഞാൻ പറഞ്ഞ കേസ് ഇൻറ്റു വെച്ചിട്ട് ഷീ ഈസ് എൻട്രിങ് ഇൻ ടു ദ റൂം എന്നാണ് വരിക. മുറിയിലേക്ക് എൻ്റർ ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ഫെൽ അങ്ങനെ എന്താ പറയുക, എൻട്രിങ്ങിൻ്റെ അതേ ഒരു ഇതിൽ ആലോചിച്ച് മനസ്സിലാക്കും. നേരത്തെ പറഞ്ഞ കേസ് ഫ്രോഗ് ഫെൽ ഇൻ ടു, അത് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കി പഠിക്കണം. ദ മാൻ ജംപ്ഡ് ഇൻ ടു ദ പൂൾ, ഇൻ ടു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു സാധനം നമ്മൾ അതിൽ തന്നെ വയ്ക്കുകയാണ്, അതിൽ തന്നെയാണുള്ളത് ഇന്നെന്ന് പറയും. ഇപ്പോൾ ജംപ്ഡ്, എൻറ്റേർഡ്, ഫെല്ല് എന്നൊക്കെ പറയുമ്പോൾ ഇൻറ്റു ആണ്, അതിലേക്ക് എന്നുള്ളതല്ല പറയുന്നത്, അല്ലെങ്കിൽ ആ മുറിയിലേക്ക് അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ഫ്രോഗ് ഫെൽ ഇൻ ടു, അത് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കി പഠിക്കണം. ദ മാൻ ജംപ്ഡ് ഇൻ ടു ദ പൂൾ, ഇൻ ടു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു സാധനം നമ്മൾ അതിൽ തന്നെ വയ്ക്കുകയാണ്, അതിൽ തന്നെയാണുള്ളത് ഇന്നെന്ന് പറയും. ഇപ്പോൾ ജംപ്ഡ്, എൻറ്റേർഡ്, ഫെല്ല് എന്നൊക്കെ പറയുമ്പോൾ ഇൻറ്റു ആണ്, അതിലേക്ക് എന്നുള്ളതല്ല പറയുന്നത്, അല്ലെങ്കിൽ ആ മുറിയിലേക്ക് അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ഷുഗർ ഈസ് ഡാഷ് ദ ബോക്സ് എന്ന് പറയാം. ഷുഗർ ഈസ് ഡാഷ് ഇൻ ദ ബോക്സ്. അപ്പോൾ എന്താ പറയുക, ഷുഗർ എവിടെയാണ് ഉണ്ടാകുക, ബോക്സിൻ്റെ എവിടെയാണ് ഉണ്ടാകുക, അതൊന്ന് ആലോചിക്കുക. അപ്പോൾ ആൻസർ കിട്ടും. പഞ്ചസാര നമ്മൾ കുപ്പിയിൽ ആണ് വയ്ക്കുക, കുപ്പിയിലാണ് വയ്ക്കുക അല്ലേ. അപ്പോൾ എന്തായിരിക്കും, ഇന്നാണ് വരിക, ഇൻറ്റു ആണ് വരിക, ഉള്ളിലല്ലേ. ഉള്ളിൽ എന്താ പറയുക, ഇൻറ്റു എന്ന് പറയുമ്പം എങ്ങനെയാണ്, ഇപ്പം നമ്മൾ മുറിയിലേക്ക് എൻ്റർ ചെയ്യണം, അപ്പോൾ ഇൻറ്റു വരും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഐസ് ഈസ് ഡാഷ് ദ ട്രേ. നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ ഐസ് ക്യൂബ്സ് വെള്ളം വെച്ച് ഐസ് ക്യൂബ്സ് ആവാൻ വേണ്ടി വെക്കും. അപ്പോൾ ഐസ് ഈസ് ഡാഷ് ദ ട്രേ. നേരത്തെ പറഞ്ഞ തന്നെ ഇൻ ദ ട്രേ. നേരത്തെ ഞാൻ പറഞ്ഞ കേസ് ഇൻറ്റു വെച്ചിട്ട് ഷീ ഈസ് എൻട്രിങ് ഇൻ ടു ദ റൂം എന്നാണ് വരിക. മുറിയിലേക്ക് എൻ്റർ ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ഫെൽ അങ്ങനെ എന്താ പറയുക, എൻട്രിങ്ങിൻ്റെ അതേ ഒരു ഇതിൽ ആലോചിച്ച് മനസ്സിലാക്കും. നേരത്തെ പറഞ്ഞ കേസ് ഫ്രോഗ് ഫെൽ ഇൻ ടു, അത് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കി പഠിക്കണം. ദ മാൻ ജംപ്ഡ് ഇൻ ടു ദ പൂൾ, ഇൻ ടു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു സാധനം നമ്മൾ അതിൽ തന്നെ വയ്ക്കുകയാണ്, അതിൽ തന്നെയാണുള്ളത് ഇന്നെന്ന് പറയും. ഇപ്പോൾ ജംപ്ഡ്, എൻറ്റേർഡ്, ഫെല്ല് എന്നൊക്കെ പറയുമ്പോൾ ഇൻറ്റു ആണ്, അതിലേക്ക് എന്നുള്ളതല്ല പറയുന്നത്, അല്ലെങ്കിൽ ആ മുറിയിലേക്ക് അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ഫ്രോഗ് ഫെൽ ഇൻ ടു, അത് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കി പഠിക്കണം. ദ മാൻ ജംപ്ഡ് ഇൻ ടു ദ പൂൾ, ഇൻ ടു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു സാധനം നമ്മൾ അതിൽ തന്നെ വയ്ക്കുകയാണ്, അതിൽ തന്നെയാണുള്ളത് ഇന്നെന്ന് പറയും. ഇപ്പോൾ ജംപ്ഡ്, എൻറ്റേർഡ്, ഫെല്ല് എന്നൊക്കെ പറയുമ്പോൾ ഇൻറ്റു ആണ്, അതിലേക്ക് എന്നുള്ളതല്ല പറയുന്നത്, അല്ലെങ്കിൽ ആ മുറിയിലേക്ക് അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ.